റഷ്യയ്ക്കും ഉക്രൈനും ഇടയിലുള്ള പ്രശ്നം എപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത്? ഏറെ കാലത്തിനു ശേഷം ഒരു സമാധാനം വരും എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഓഫീസിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യൂറോപ്യൻ കോണ്ടിനെന്റിൽ സമാധാനം കൊണ്ടുവരണമെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് അതിനുള്ള ഒരേയൊരു പോംവഴിയെന്ന് പലതവണ അദ്ദേഹം ഇലക്ഷൻ പ്രചാരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഞാൻ അധികാരത്തിൽ വന്ന 24 മണിക്കൂറിനുള്ളിൽ എന്നെക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും പല സ്ഥലങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യത്തിൽ നടക്കുന്ന കാര്യമാണോ? സെലൻസ്കി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പുറത്തുവിട്ടു. ഇത്രയും ദിവസം അദ്ദേഹം പറഞ്ഞത് നയതന്ത്രപരമായി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ക്രീമിയ ഞങ്ങൾക്ക് ആവശ്യമാണ്. ക്രീമിയ ഇല്ലാത്ത ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ഇല്ല. ക്രീമിയ ഇല്ലാതെ യാതൊരു സമാധാന ചർച്ചയ്ക്കും ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ പറഞ്ഞത് ഈ യുദ്ധം അവസാനിച്ചാൽ അതിൽ ആദ്യം സന്തോഷിക്കുന്ന രാജ്യം ഞങ്ങൾ തന്നെ ആയിരിക്കും. അതിനാൽ ഏത് രീതിയിൽ ഉക്രൈനെ സഹായിച്ചാലും ശരി, അല്ലെങ്കിൽ ആര് ഏത് രീതിയിൽ റഷ്യയെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചാലും ഞങ്ങൾ അതിന് മുഴുവൻ പിന്തുണ നൽകുന്നു. അതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന പെട്ടെന്ന് മാറ്റി പറയാൻ തുടങ്ങി. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയുടെ വിശദമായി അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നു. അതിനായിട്ടുള്ള ഉത്തരം അവസാനം പറയാം. എങ്കിലും അതുവരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് ചിന്ത വരുന്നു എന്നുള്ളത് പറയുക. പൊതുവെ ഒരു യുദ്ധം സംഭവിക്കുമ്പോൾ 2 വിഭാഗങ്ങൾക്കിടയിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ ജയിക്കണം, മറ്റൊരാൾ പരാജയപ്പെടണം. അതല്ല മറ്റു പേർക്കും വിജയവുമില്ല പരാജയവുമില്ല എന്ന രീതിയിൽ സമാധാനത്തിന്റെ വഴിയെ ഒരു രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് യുദ്ധം അവസാനിപ്പിക്കണം. എന്നാൽ ഈ സമാധാന ചർച്ചയിലേക്ക് പോകണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് വരുമ്പോൾ 2 പക്ഷത്തും ഒരു ഗ്രിപ്പ് ഉണ്ടാകണം. ഞാൻ ഈ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്ന് ഒരു വിഭാഗം പറയും, ഞാനും ഇതൊരിക്കലും വിട്ടുതരില്ല എന്ന് മറ്റൊരു വിഭാഗവും തറപ്പിച്ചു പറയും. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന രീതിയിൽ ഉക്രൈന്റെ പക്കൽ ഒന്നും തന്നെ ഇല്ല. റഷ്യയെ നെഗോസിയേഷൻ ടേബിളിൽ ഇരുത്താൻ ഉക്രൈന്റെ പക്കൽ യാതൊരു വാലിഡ് പോയിന്റ്സും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു സമാധാന ചർച്ചയിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അവർ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അത് മനസ്സിലാകുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ആദ്യത്തെ കാര്യം, റഷ്യ ഉക്രൈൻ യുദ്ധം. ഒരു 4 ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റും സെലൻസ്കിയും ചേർന്ന് ചില ചർച്ചകൾ നടത്തി. അതിനുശേഷം പല പ്രസ്താവനകൾ വന്നു. 2 ഭാഗത്തു നിന്നും 2 രീതിയിലുള്ള പ്രസ്താവനകളാണ് വന്നത്. രണ്ടും യാതൊരു രീതിയിലും പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. 3 മാസത്തിന് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന് മുൻപ് വരെയും 6 ലക്ഷത്തിലധികം വ്യക്തികൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഗാർഡിയനിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ആർട്ടിക്കിൾ നോക്കുക. റഷ്യൻ സൈനികർ കൂടിപ്പോയാൽ 1 ലക്ഷത്തോളം പേർ മാത്രമേ മരിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്ന് അതിൽ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരുഭാഗങ്ങളുടെയും പ്രസ്താവനകൾ നോക്കുമ്പോൾ കൃത്യമായ കണക്കൊന്നും അല്ല പുറത്തു വരുന്നത്. ഇതിന്റെ സത്യം എപ്പോൾ പുറത്തു വരുമെന്ന് ചോദിച്ചാൽ അതിനൊരു 3-4 വർഷമെങ്കിലും എടുക്കും. നേരിട്ട് ഈ യുദ്ധം എവിടെ സംഭവിച്ചോ അവിടെ ചെന്ന് അവിടെ ലഭിക്കുന്ന തെളിവുകളും അവിടെയുള്ള ജനങ്ങളുടെ മൊഴിയും അടിസ്ഥാനമാക്കി മാത്രമേ യഥാർത്ഥ കണക്ക് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുവരെയും ഈ 2 വിഭാഗം പറയുന്നതെല്ലാം ഒരു മേക്കപ്പിന് വേണ്ടി മാത്രമാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് 4 ലക്ഷം ഉക്രൈൻ സൈനികർ മരിച്ചു എന്ന് പറയുന്നു. മറുവശത്ത് ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നത് 40,000 പേർ മാത്രമേ മരിച്ചുള്ളൂ എന്ന്. അങ്ങനെ ഇരുവരും ഉക്രൈന്റെ കണക്ക് മാറ്റി മാറ്റി പറയുന്നു. അതേസമയം റഷ്യയുടെ കൗണ്ട് അവിടെ കൂടുതലായും പറയുന്നു. പക്ഷേ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് 4 ലക്ഷം ഉക്രൈൻ സൈനികർ വരെയും മരിച്ചു എന്ന എസ്റ്റിമേഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവർ പറയുന്ന കണക്കെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റഷ്യയ്ക്ക് ഇവിടെ പ്രത്യാഘാതങ്ങൾ തുടക്കത്തിൽ വളരെ അധികമായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിലും അധികം. 2022 അവസാനം 2023 ഉക്രൈൻ കൗണ്ടർ ഒഫൻസീവ് ആരംഭിച്ചു. അതിന് മുൻപ് വരെയും റഷ്യയ്ക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ വളരെ അധികമായിരുന്നു. ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ 15,000 സൈനികരെ വരെയും റഷ്യ നഷ്ടപ്പെടുത്തിയ കഥയുണ്ട്. എന്നാൽ എപ്പോഴാണോ റഷ്യ അവിടെ പ്രതിരോധ തന്ത്രങ്ങൾ മാറ്റിയത്, എപ്പോഴാണോ യുദ്ധതന്ത്രങ്ങൾ മുഴുവനായും മാറ്റിയത്, അതിനുശേഷം അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങി. ഉക്രൈൻ വീണ്ടും അകത്തേക്ക് വന്നാൽ നമുക്ക് നാശനഷ്ടങ്ങൾ വർദ്ധിക്കും. ഏരിയൽ സ്ട്രൈക്ക് കൂടുതൽ ചെയ്യുന്നതിന് പകരം ലാൻഡ് ബേസ്ഡ് ലോഞ്ചേഴ്സിൽ നിന്നും മിസൈൽസ് ഫയർ ചെയ്യുന്നത് വഴി ഉക്രൈനെ പതിയെ പതിയെ സോവിയറ്റ് കാലഘട്ടത്തെ യുദ്ധതന്ത്രങ്ങൾ വഴി ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ റഷ്യക്ക് സംഭവിക്കുന്ന കാഷ്വാലിറ്റി കൗണ്ടും കുറയാൻ തുടങ്ങി. എന്നാൽ അതേസമയം ഉക്രൈനെ നോക്കിയാൽ റഷ്യ ചെയ്യുന്ന ഈ തന്ത്രങ്ങൾ ഊഹിച്ചെടുക്കാൻ പോലും കഴിയാതെ അവർ കഷ്ടപ്പെടുകയായിരുന്നു. അവർക്ക് ലഭിക്കുന്ന താൽക്കാലിക
താൽക്കാലികമായ ചെറിയ ചെറിയ വിജയങ്ങളിൽ മാത്രം സന്തോഷിക്കുകയും അതിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്തതുകൊണ്ട് റഷ്യ അവർക്കായി വിരിച്ചിരുന്ന കെണി അവർ അറിഞ്ഞില്ല. അങ്ങനെ റഷ്യക്ക് ലഭിച്ച വിജയങ്ങൾ വലുതായിരുന്നു. ഓരോ പ്രവശ്യയായി പിടിച്ചെടുക്കാൻ തുടങ്ങി. ബാറ്റിൽ ഓഫ് അവ്ദിവിക അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ബാക്മത്ത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്റിൽ ഓഫ് പോക്രോവോസ്, ഇവയും റഷ്യ ജയിക്കുകയാണെങ്കിൽ ഇതിനെ ഒരു ഗ്രാമമായോ ചെറിയൊരു പട്ടണമായോ കണക്കാക്കാൻ കഴിയില്ല. ആ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട ഒരു സെറ്റിൽമെന്റ് ആണ് 2023 മുതൽ ഈ നിമിഷം വരെയും. വേണ്ട, 2025 എന്ന് തന്നെ വയ്ക്കാം. ഉക്രൈൻ ക്യാപ്ചർ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവശ്യയെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? കാണില്ല. അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടേ ഇല്ല. റീക്യാപ്ചർ എന്നത് കൂടുതലായും സംഭവിച്ചിട്ടില്ല. ഇതിനിടയിൽ ഒരു വലിയ ഒഫൻസീവ് ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ ചെയ്യുന്നു. കേർസ്കിനുള്ളിൽ അവർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉക്രൈൻ ചെയ്ത സ്റ്റണ്ട് എല്ലാം അവർക്ക് തന്നെ എത്രത്തോളം തിരിച്ചടിയായെന്ന് നമുക്കറിയാം. അപ്പോഴാണ് ഉക്രൈന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്: ഞങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രം മതിയെന്ന്. നയതന്ത്രപരമായി ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന്. നയതന്ത്രപരമായി യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 2 വർഷത്തിന് മുൻപ് ഈ യുദ്ധം ആരംഭിച്ച ചില ദിവസത്തിൽ തന്നെ ഇവരെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. തുർക്കിയിൽ അങ്ങനെയുള്ള ചർച്ചകളെല്ലാം നടത്തി. റഷ്യ കീവിനെ വിട്ട് പുറത്തേക്ക് പോകണം. അങ്ങനെ പോയതിനു ശേഷം നാറ്റോ മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് വേണ്ട, യൂറോപ്യൻ യൂണിയനിൽ നിങ്ങൾ മെമ്പർ ആകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് റഷ്യ പറഞ്ഞതിനു ശേഷം നാറ്റോ ഞങ്ങൾ ചേരില്ല എന്ന് ഉക്രൈൻ പറഞ്ഞു. സെക്യൂരിറ്റി ഗ്യാരണ്ടി റഷ്യയിൽ നിന്നും വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും വന്നേ മതിയാകൂ എന്ന ലക്ഷ്യത്തിലായിരുന്നു ഉക്രൈൻ. എന്നാൽ ഇതിനിടയിൽ UK അകത്തേക്ക് കടന്ന പല കാര്യങ്ങൾ മാറ്റിമറിച്ചതുകൊണ്ടാണ് ഇന്നുവരെയും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാത്തത്. ബാറ്റിൽ ഓഫ് കേർസ്കിനെ സംബന്ധിച്ച് അവിടെ ഇപ്പോൾ മഞ്ഞുവീഴ്ച അധികമായിട്ടുണ്ട്. അവിടെയുള്ള 5/3 ഭാഗം വരെയും റഷ്യ അവരുടെ നിയന്ത്രണത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് പ്രദേശം 400 സ്ക്വയർ കിലോമീറ്റർ മുതൽ 480 അല്ലെങ്കിൽ 500 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടാകും. ഈ ഒരു ചെറിയ പ്രദേശത്തെ അവരുടെ നിയന്ത്രണത്തിലാക്കുന്നതിനു വേണ്ടി കൂടുതൽ സൈനികരെ അകത്തേക്ക് അയച്ച് എങ്ങനെയെങ്കിലും റഷ്യ ഹോൾഡ് ചെയ്യാൻ ഉക്രൈൻ ശ്രമിക്കുകയാണ്. ഇത് അവസാനം എങ്ങനെയാകും എന്നറിയണ്ടേ? നാളെ റഷ്യയും ഉക്രൈനും ഒരു നെഗോസിയേഷൻ ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ റഷ്യ ഒരേ ഒരു കാര്യം പറയും: ഞങ്ങൾ ഈ പിടിച്ചെടുത്തിരിക്കുന്ന 4 പ്രവിശ്യ, ക്രീമിയ, ഇവയെല്ലാം എനിക്കുള്ള പ്രദേശമാണ്. ഇത് ഞാൻ ഔദ്യോഗികമായി തന്നെ റഷ്യയുമായി ചേർക്കും. ഇതിൽ ആരും യാതൊരു തടസ്സവും പറയാൻ പാടില്ല. നാറ്റോ ഉക്രൈനിൽ ചേരാൻ പാടില്ല. യൂറോപ്യൻ യൂണിയൻ ചേരുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നാറ്റോ വെപ്പൺസ് ഉക്രൈനുള്ളിൽ എവിടെയെല്ലാമാണോ ഉള്ളത്, പാട്രിയോട്ട് അല്ലെങ്കിൽ അതിനവീന ആയുധ സംവിധാനങ്ങൾ എവിടെയെല്ലാമാണോ ഉള്ളത്, അതെല്ലാം ഉക്രൈൻ വിട്ട് പുറത്തേക്ക് പോകണം. ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും വയ്ക്കും. ഇതിൽ ഒന്നും കുറയാൻ പോകുന്നില്ല. ഇനി പുതുതായി ഏതെങ്കിലും കണ്ടീഷൻ കൂട്ടിച്ചേർത്താൽ മാത്രമേ ഉള്ളൂ. ഈ കണ്ടീഷൻസ് അംഗീകരിക്കാത്ത യാതൊരു ചർച്ചയ്ക്കും റഷ്യ പോകില്ല. എന്തിന്? സെലൻസ്കി ഓഫീസ് വിട്ട് പുറത്തേക്ക് പോകണം എന്നും പറയും. സെലൻസ്കി ഇതിനകം എക്സ്പയർ ആയ ഒരു പ്രസിഡന്റ് ആണ്. അവിടെ ഉക്രൈന് ഔദ്യോഗികമായി ഇൻചാർജ് ആരും തന്നെ ഇല്ല. അതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോ ഉക്രൈനിലെ ഭരണം എന്നത് ഒരു കാലഹരണപ്പെട്ട ഭരണമാണ്. എന്നാൽ യുദ്ധകാല സാഹചര്യത്തിൽ ഭരണം എക്സ്റ്റെൻഡ് ചെയ്യുന്നതായി പറഞ്ഞാലും അതിനായിട്ടുള്ള തെളിവോടുകൂടിയ നിയമത്തിലെ കാര്യങ്ങൾ പുറത്തും പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു കാര്യം അവിടെ നിയമത്തിൽ തന്നെ ഇല്ല. അപ്പോ ഇങ്ങനെയുള്ള റിക്വസ്റ്റ് റഷ്യ വച്ചതിനു ശേഷം തിരികെ ഉക്രൈന് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയണം. അതായത്, നീ ഞങ്ങളുടെ 50 ഗ്രാമങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ്, അതുപോലെ നിങ്ങളുടെ ഒരു 100 ഗ്രാമങ്ങൾ എന്റെ പക്കൽ ഉണ്ട്. നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന എന്റെ 50 ഗ്രാമങ്ങളും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവയാണ്. കൂടാതെ അവിടെ പ്രകൃതി വിഭവങ്ങളും അധികമാണ്. അതിനാൽ ഞാൻ ഈ 100 ഗ്രാമങ്ങളും നിങ്ങൾക്ക് തിരികെ നൽകാം. എന്റെ 50 ഗ്രാമങ്ങൾ മാത്രം എനിക്ക് തിരികെ നന്നാൽ മതി. ഇങ്ങനെ ഒരു ചർച്ചയിൽ ഏർപ്പെടണം. എന്നാൽ ഇവിടെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. റഷ്യ പിടിച്ചു വച്ചിരിക്കുന്ന പ്രദേശം, അതുപോലെ ഉക്രൈൻ പിടിച്ചു വച്ചിരിക്കുന്ന പ്രദേശം, ഇവ രണ്ടും തമ്മിൽ ടാലി ചെയ്ത് നോക്കിയാൽ ഉക്രൈൻ ഒരു 0.5% പോലും ഇല്ല. 1%ലും വളരെ താഴെയാണ്. ഇത്രയും സ്ഥലങ്ങളെ മാത്രം പിടിച്ചു വച്ചുകൊണ്ട് റഷ്യയുമായി ഒരു നെഗോസിയേഷൻ ടേബിളിൽ ഇരിക്കാൻ സാധിക്കുകയില്ല. റഷ്യയുമായി സമാധാനത്തിൽ പോയി യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ വെറുതെ പറയാം എന്നതല്ലാതെ അതിനപ്പുറം അതുണ്ടാക്കുന്ന ഇമ്പാക്ട് ഒന്നും തന്നെ ഉണ്ടാകില്ല. അതിനാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാതിരിക്കാൻ സെലൻസ്കി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, റഷ്യയുടെ പക്കൽ ഒരു ചർച്ചയ്ക്ക് പോകുന്നതിന് മുൻപ് യൂറോപ്യൻ യൂണിയനിലുള്ള യുക്രൈൻ ഫ്രണ്ട്ലി നേഷൻസും അമേരിക്കയും അവർക്കുള്ളിൽ തന്നെ ഡിസ്കഷൻസ് നടത്തണം. നമുക്കുള്ളിൽ ഒന്ന് ആലോചിച്ചതിന് ശേഷം എന്തൊക്കെ പോയിന്റ്സ് നെഗോസിയേഷൻ ടേബിളിൽ വയ്ക്കാമെന്നുള്ളത് ചർച്ച ചെയ്യണം. റഷ്യയുടെ 300 ബില്യൺ അസറ്റ് നമ്മുടെ പക്കലുണ്ട്. ഇത് മാത്രമായിരിക്കും അവർക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു പോയിന്റ്. ഉക്രൈൻ പ്രദേശങ്ങളെ തിരികെ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ഈ അസറ്റ് എല്ലാം ഞങ്ങൾ എന്തൊക്കെയാണോ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുന്നത് അവയെല്ലാം തിരികെ നൽകാം എന്ന് പറയും. ഈ 300 ബില്യൺ എന്നത് ഒരു വലിയ കാര്യമാണ്. ഇതിനെ കാണിച്ച് ഒരു പക്ഷേ റഷ്യയെ ചെറിയൊരു സമാധാനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. എന്നാൽ ഈ 300 ബില്യൺ അതിനേക്കാൾ 4-5 മടങ്ങ് അധികം ഗോൾഡ് റിസർവ് അല്ലെങ്കിൽ മൈനിങ് റിസർവ് ഇവയെല്ലാം ഇപ്പോൾ
ഇപ്പോ റഷ്യ പിടിച്ചു വച്ചിരിക്കുന്ന ഉക്രൈൻ പ്രദേശങ്ങളിലുണ്ട്. അപ്പോ ഈ ഗെയിം എങ്ങനെ സംഭവിക്കാൻ പോകുന്നുവെന്നറിയില്ല. എന്നാൽ ഇതിനെ ഒരു പോയിന്റായി തീർച്ചയായും അവർ പറയും. അപ്പോ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഉക്രൈനും ചേർന്ന് ഒന്ന് കൂടി ആലോചിക്കണം. നാറ്റോയിൽ ഞങ്ങൾ ഇപ്പോൾ ചേരാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ ചേരാനുള്ള ഒരു മെമ്പർഷിപ്പ് ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് ഉടനടി നൽകണം. ഉടൻ തന്നെ നൽകുക മാത്രം അല്ല, നാറ്റോയിൽ ഞങ്ങൾ ചേരുമോ ഇല്ലയോ എന്നുള്ളത് ഭാവിയെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇപ്പൊ ചേരുന്നും ഇല്ല. പകരം ഫോറിൻ മിലിറ്ററി യൂണിറ്റ്സ്, വിദേശ സൈനികരും അവരുടെ യൂണിറ്റ്സും ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉക്രൈനുള്ളിൽ ഉണ്ടാകണം. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. പുറമെ നാറ്റോ എന്ന ഐഡന്റിറ്റിയെ മറച്ചുകൊണ്ട് അവരുടെ സൈനികരകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് സെലൻസ്കിയുടെ പദ്ധതി. അപ്പോ ഈ ഗെയിം ഇനിയാണ് ചൂട് പിടിക്കാൻ പോകുന്നത്. ഒരു ഭാഗത്തെ ഡിപ്ലോമസി വേണ്ട, ആയുധം മാത്രം ഞങ്ങൾക്ക് നൽകുക, ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കാം എന്ന് സെലൻസ്കി പറഞ്ഞു. എന്നാൽ അതേ സെലൻസ്കിയാണ് ഇപ്പൊ പറഞ്ഞത് ഡിപ്ലോമസിയിലൂടെ ആണെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന്. മറുവശത്ത് 1,60,000 ചതുരശ്ര കിലോമീറ്റർ വരെയും റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാകുന്ന ഒരു സമാധാന ചർച്ചയിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പ്രധാനമായും ഈ സമാധാന ചർച്ച, ഇതിൽ ഉക്രൈൻ വയ്ക്കുന്ന വാലിഡ് പോയിന്റ്സ് എനിക്കറിയാവുന്നിടത്തോളം ഒന്നും തന്നെ ഇല്ല. അവരുടെ ഫ്രോസൺ അസറ്റ്, റഷ്യയിൽ കൊടുത്തിരിക്കുന്ന സാമ്പത്തിക ഉപരോധം, ഇതിനപ്പുറം റഷ്യയെ കൗണ്ടർ ചെയ്യുന്നതിന് മറ്റ് യാതൊരുവിധ പോയിന്റ്സും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.